ഹായ് ഫ്രണ്ട്സ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും ഒരു സൗന്ദര്യ സങ്കല്പം ഉണ്ടല്ലേ? ഏതൊരു വ്യക്തിക്കും അവനവൻ്റേതായ ഒരു സൗന്ദര്യ സങ്കല്പമുണ്ട്. ഇപ്പം ഒരു പുരുഷനോട് ചോദിച്ചാൽ ഒരു സ്ത്രീയെക്കുറിച്ചുള്ള അവൻ്റെ ഒരു സൗന്ദര്യ സങ്കല്പം എന്താണെന്ന് ചോദിച്ചാൽ അവൻ പറയും, പെണ്ണിന് നിറം വേണം അല്ലേ, നിറമുള്ള പെണ്ണുങ്ങളെ വേണമെന്ന് പറയും. പിന്നെന്താ, നല്ല ഫേസ്, കാണാൻ സൗന്ദര്യമുള്ള മുഖമായിരിക്കണം, വിടർന്ന കണ്ണുകൾ, നീണ്ട മൂക്ക്, പിന്നെ നല്ല ഷേപ്പുള്ള ലിപ്സ്, ഷേപ്പുള്ള മുഖം, പിന്നെ തലയിലാണേലോ തിക്കായിട്ട് മുടിയുണ്ടായിരിക്കണം, ഇടതൂർന്ന മുടിയുണ്ടായിരിക്കണം. അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് അരക്കെട്ടൊതുങ്ങിയിട്ട് നല്ല ബോഡി ഷേപ്പുള്ള ഒരു സ്ത്രീയെയാണ് ഏതൊരു പുരുഷനും ഇഷ്ടം. ഇനി ഒരു സ്ത്രീയോട് ചോദിച്ചാൽ അവൾ ആഗ്രഹിക്കുന്ന ഒരു സങ്കല്പത്തിലെ ഒരു പുരുഷൻ എങ്ങനെയുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൾ പെട്ടെന്ന് പറയും നല്ല ബോഡി ഷേപ്പ് ഉണ്ടായിരിക്കണം, അതായത് നല്ല ഫിറ്റായിട്ടുള്ള ബോഡി. നമ്മൾ കാണാൻ പറ്റില്ല, ജിമ്മിലൊക്കെ പോയി നല്ല ഫിറ്റ് ബോഡി അല്ലേ. ഇപ്പം ജിമ്മിൽ പോണ കാര്യമൊക്കെ എല്ലാവർക്കും, ഒരുപാട് പേർക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ട് അവരൊക്കെ ഇതിന് എതിർപ്പായിരിക്കും. പക്ഷേ അവർ കാണാൻ ആഗ്രഹിക്കുന്നത് നല്ല ടീഷർട്ട് ഇടുമ്പം നല്ല മസിലൊക്കെയുള്ള തെറിച്ച് നിൽക്കുന്ന ഒരു പുരുഷനായിരിക്കണം. What is the first thing a girl notices in a guy? Body muscles. Sexy body in a shoe. അത് മാത്രമല്ല, പിന്നെ കട്ടി മീശ വേണം. ഇരുനിറമാണേലും പുരുഷന് സൗന്ദര്യം ഉണ്ടെന്ന് സ്ത്രീക്ക് അറിയാം. ഇരുനിറമുള്ള പുരുഷനാണേലും സ്ത്രീക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ അത്യാവശ്യം ഹൈറ്റ് വേണം. അതിലൊക്കെ ഉപരിയായിട്ട് സ്ത്രീ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ അവൻ്റെ തലയിൽ തിക്കായിട്ട് മുടി വേണം, ആ കാര്യം പറയാൻ മറന്നുപോയി. പിന്നെ അതിലൊക്കെ ഉപരിയായിട്ട് അവൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു ധൈര്യം, അതായത് ധീരതയുള്ളൊരു പുരുഷനായിരിക്കണമെന്ന്. സത്യം പറഞ്ഞാൽ പുരുഷൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അവൻ്റെ ധൈര്യമാണ് അല്ലേ. അതിനർത്ഥം എന്താ, എന്ത് പ്രശ്നം ഉണ്ടായാലും അതിനെ അതിജീവിക്കുന്ന ഒരു പുരുഷൻ. അതുപോലെ തന്നെ സ്ത്രീക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു പുരുഷൻ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ സൗന്ദര്യത്തെക്കുറിച്ചല്ല. നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ആരോഗ്യമാണ് സമ്പത്തെന്ന്. ആരോഗ്യമുള്ള ഒരു ശരീരവും മനസ്സും കൂടെ കൂടിയതാണ് സൗന്ദര്യം. നമ്മുടെ ബോഡി ഷേപ്പും ആരോഗ്യവും സൗന്ദര്യവും നഷ്ടപ്പെടാതിരിക്കാൻ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും. അതേതൊക്കെയാണെന്ന് ഞാൻ പറയട്ടെ. ഐഡിയൽ വെയ്റ്റ്, ഐഡിയൽ ഫാറ്റ്, ഐഡിയൽ വിസ്റൽ ഫാറ്റ്, ഐഡിയൽ വേസ്റ്റ് ലൈന്. ഇനി എന്താണ് ഐഡിയൽ വെയ്റ്റ് എന്നല്ലേ? നമുക്കെല്ലാവർക്കും നമ്മളുടെ ഹൈറ്റിനനുസരിച്ച് വെയ്റ്റ് വരാൻ പാടുള്ളൂ. എക്സാമ്പിൾ, ഒരു 163 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരു സ്ത്രീക്കാണെങ്കിൽ അതിൻ്റെ 100 പോയിട്ട് ബാക്കി, അതായത് 63 കിലോ മാത്രമേ വെയിറ്റ് വരാൻ പാടുള്ളൂ. ഒരു 173 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ളൊരു പുരുഷന്, അതായത് 100 പോയിട്ട് 73 അവൻ്റെ വെയിറ്റ് വരാൻ പാടുള്ളൂ. അപ്പം എന്താണ്, നമ്മുടെ നട്ടലിൻ്റെ ഹൈറ്റിനനുസരിച്ച് മാത്രമേ നമുക്ക് വെയിറ്റ് വരാനായിട്ട് പാടുള്ളൂ. അതായത് നമ്മുടെ നട്ടലിന് താങ്ങാൻ പറ്റുന്ന, അതായത് ഹൈറ്റിനനുസരിച്ച് താങ്ങാൻ പറ്റുന്ന വെയിറ്റ് എന്നത്, ആ വെയിറ്റാണ് ഐഡിയൽ വെയിറ്റ്. ഇനി ഫാറ്റ്, ഒരു പുരുഷൻ്റെ ബോഡിയിൽ വേണ്ട ഫാറ്റിൻ്റെ അളവ് എന്ന് പറയുന്നത് 10 to 20 ആണ്. അതേസമയം ഒരു സ്ത്രീക്ക് അല്പം കൂടെ കൂടുതൽ വേണം, അവൾക്ക് വേണ്ടത് 22 to 30 ആണ്. ഒരു സ്ത്രീയുടെ ബോഡി പുരുഷൻ്റെ ബോഡിയേക്കാൾ കുറച്ചുകൂടി സ്പോഞ്ചി ബോഡിയാണ്. നമ്മുടെ ബോഡിയിൽ ഫാറ്റ് കൂടുതൽ ഡെപ്പോസിറ്റ് ആവുന്ന ബോഡി പാർട്ട് ഏതൊക്കെയാണെന്ന് വെച്ചാൽ വയറ്, കാലിൻ്റെ തുടയ്, കഴുത്തിനും കൈമുട്ടിനും ഇടയിലുള്ള ഭാഗം, കഴുത്തിൻ്റെ പുറകുവശം, പിന്നെ താടിക്ക് അടിവശം. അപ്പോൾ ഇവിടെ കൂടുതൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ എക്സർസൈസ് കുറവ് വരുന്ന സ്ഥലങ്ങളാണ്. അപ്പം നമുക്ക് ചലനം കുറവുള്ളിടത്താണ് ബോഡി ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുള്ളൂ. ആയതിനാൽ നമുക്ക് ഇവിടെ പറയുകയാണെങ്കിൽ നമുക്ക് എക്സർസൈസ് നമുക്ക് വളരെ അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കാം അല്ലേ. ഫാറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ വെയിറ്റും കൂടും. അതുകൊണ്ട് നമ്മുടെ ബോഡിയിൽ വേണ്ട ഫാറ്റിനേക്കാൾ അധികമായിട്ട് ഫാറ്റ് ബോഡിയിൽ ഉണ്ടാവാതെ നമ്മളെല്ലാവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് വയറിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ആയാൽ സംഭവിക്കുന്ന കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. നമ്മളൊക്കെ പറയല്ലേ, നട്ടലുള്ളവനാണെങ്കിൽ വാടാന്ന് അല്ലേ, വെല്ലുവിളിക്കണ കേൾക്കാം അല്ലേ. അപ്പോൾ അതെന്തുകൊണ്ടാണ്, നമ്മളുടെ ബോഡിയെ താങ്ങി നിർത്തുന്നത്, അതായത് നമ്മൾ നിവർന്ന് നിൽക്കാൻ നമ്മളെ സഹായിക്കണം നമ്മുടെ നട്ടലിലാണ്. അപ്പം നമുക്ക് വയറ് ഓവറായിട്ട് ചാടുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്താ, നമ്മുടെ വയറിൻ്റെ സൈഡിലുള്ള പേശികൾ നമ്മുടെ നട്ടലിനെ, വയറ് മുന്നോട്ട് ചാടുന്നതിനനുസരിച്ച് നട്ടലിനെ വളയ്ക്കും. അപ്പോൾ അങ്ങനെ വളയ്ക്കുമ്പോൾ നമുക്ക് ബാക്ക് പെയിനൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ മേൽവയർ കൂടുതലൊക്കെ ചാടുമ്പോൾ നമുക്ക് അറ്റാക്കിന് നല്ല ചാൻസ് ഉണ്ട്.
പിന്നെ ഇത് പേടിപ്പിക്കാൻ പറയണതല്ല കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയണതാണ്. പിന്നെ നമുക്കറിയാമല്ലോ, നമ്മുടെ ശരീരം താങ്ങി നിർത്തുന്ന നമ്മുടെ രണ്ട് തൂണുകളാണ് നമ്മുടെ കാലുകളെന്ന് പറയാം. അപ്പം ആ കാലുകൾക്ക് താങ്ങാൻ പറ്റുന്നതിൽ കൂടുതൽ വെയിറ്റ് നമ്മുടെ ബോഡിക്ക് ഉണ്ടായി കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താ, നമുക്ക് നീ പെയിന്, ജോയിൻറ്റ് പെയിന് ഇതൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് ഹോസ്പിറ്റലിൽ ചെല്ലുന്ന മുട്ടിന് വേദനയുള്ളവരോട് പറയും നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കാനായിട്ട്, അല്ലേ? അപ്പോൾ എല്ലാവരും അത് മുട്ടിന് തേയ്മാനോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അത് ന്യായീകരിച്ചുകൊണ്ട് കിഴിയും മരുന്നും ഒക്കെ ആയിട്ട് നടക്കും. പക്ഷേ നമ്മളിങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പറയാറില്ലേ, രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് രോഗം വരാതെ നോക്കണതാണ്. നമ്മൾ ബോഡിയിൽ അമിതവണ്ണം, അതായത് ഫാറ്റ് എന്ന് തന്നെ പറയാം, ഫാറ്റുള്ളവരെ നമ്മൾ വിളിക്കും, അല്ലേ? അതായത് ഐഡിയൽ വെയിറ്റിൽ നിന്നും കുറച്ചും കൂടിയും വെയിറ്റുള്ളവരെ നമ്മൾ വിളിക്കും തടിയൻ, അല്ലെ തടിച്ചി, അല്ലേ? അല്ലെങ്കിൽ അതിൽ നിന്നും കുറച്ചും കൂടി വണ്ണം കൂടുതലുള്ളവരെയാണ് നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, പൊണ്ണത്തടിയെന്ന്, അല്ലേ പൊണ്ണത്തടിച്ചി എന്നൊക്കെ. അപ്പം ഈ പേരൊക്കെ വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബോഡിയിലത്തെ ഫാറ്റ് കൺട്രോൾ ചെയ്യണം. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അമിതവണ്ണമുള്ളവർ കയറ്റം കയറുമ്പോഴും ഓടുമ്പോഴും അവർ നിന്ന് അണയ്ക്കണത്. എന്തുകൊണ്ടാണ് അണയ്ക്കണതെന്ന് നമുക്കറിയുമോ? അവരണയ്ക്കാൻ കാരണം നമ്മുടെ എല്ലാം ബോഡിയിൽ നമ്മുടെ ഹൈറ്റിനനുസരിച്ച് ഉള്ള വെയിറ്റ്, അതായത് ഐഡിയൽ വെയിറ്റിനനുസരിച്ചിട്ട് മാത്രമാണ് ഹാർട്ട് വർക്ക് ചെയ്യേണ്ടത്. അപ്പം അതിൽ കൂടുതൽ നമ്മളുടെ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് ഹാർട്ട് വർക്ക് ചെയ്യുന്നത് സ്ട്രെയിൻ ചെയ്താവും. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നത് കിതപ്പ്, അണപ്പം ഒക്കെ ആയിട്ടാവും. അതുകൊണ്ട് ഞാനീ പറയുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഐഡിയൽ വെയിറ്റിലായിരിക്കേണ്ട ആവശ്യകത ഇതൊക്കെയാണ്. നമ്മളൊക്കെ പോത്തിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ, ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, എവിടെയെങ്കിലും പോകുമ്പം ഇങ്ങനെ നെൽപ്പാടമില്ലേ, അപ്പം നെല്ലൊക്കെ ഇല്ലാത്ത പാടത്ത് പോത്ത് അവിടെ ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുന്നത് കാണാം. പിന്നെ ഇങ്ങനെ പുഴയിലൊക്കെ ആണെങ്കിലും പോത്ത് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പോത്ത് എപ്പോഴും വെള്ളത്തിൽ കിടക്കാൻ ആഗ്രഹിക്കണേ? ഈ പോത്തിൻ്റെ ബോഡിയിൽ ഫുള്ളും ഫാറ്റാണ്. അപ്പം ഈ ഫാറ്റ് കൂടുന്നതിനനുസരിച്ച് അവറ്റകൾക്ക് ചൂട് കൂടും. അപ്പോൾ ചൂട് കൂടുന്നത് കൊണ്ട് അവരെവിടെയെങ്കിലും വെള്ളം കാണുന്നിടത്ത് കിടക്കും. ഇതേപോലെ നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ചൂടും കൂടുതലായിരിക്കും. 30 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തി പോത്തിനെ നോക്കുക പോലും ചെയ്യരുതെന്നാണ് പറയണത്. അടുത്തതായിട്ടുള്ളത് വിസറൽ ഫാറ്റ്. നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ പുറമെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഫാറ്റാണ് വിസറൽ ഫാറ്റ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ കോഴിയൊക്കെ കൊല്ലുമ്പോൾ പണ്ടത്തേലും കുടലിലും പുറമെ പറ്റിപ്പിടിച്ചിരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? ഇതേപോലെ നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ പുറമെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഫാറ്റാണ് വിസറൽ ഫാറ്റ്. വിസറൽ ഫാറ്റിൻ്റെ അളവ് ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഒന്നുപോലെയാണ് വരേണ്ടത്. 6, 7 എന്ന കണക്കിനാണ്. പിന്നെ 5 താഴെയുള്ളവർക്ക് നല്ല ക്ഷീണമായിരിക്കും. ഇപ്പോൾ സ്കൂൾ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് എപ്പോഴും ഉറക്കം വരിക, എവിടെ ഇരുന്നാലും ഉറങ്ങുക, പഠിക്കാനായിട്ട് അവർക്ക് പറ്റത്തില്ല, അവരെപ്പോഴും മടുപ്പ് പറയുക, കളിക്കാനൊന്നും താല്പര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ളവരുടേത് കറക്റ്റാക്കി കൊടുക്കണം. പിന്നെ 9 മുകളിലോട്ടാണ് വിസറൽ ഫാറ്റ് ഉള്ളതെങ്കിൽ അത് അപകടകാരിയാണ്. അപ്പം അത് നമുക്ക് സ്ട്രോക്കിന് അങ്ങനത്തെയുള്ള ഹെൽത്ത് ഇഷ്യൂസിനൊക്കെ കാരണമാകും. അപ്പോൾ അങ്ങനെയുള്ളവർ വറപൊരി സംഭവങ്ങളെല്ലാം ഒഴിവാക്കണം. എണ്ണയിലുള്ള സംഭവങ്ങൾ, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് ഫുഡ്, അതെല്ലാം അവർ ഒഴിവാക്കണം. ഇനി അടുത്തതാണ് വേസ്റ്റ് ലൈന്. ഈ വേസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് നമുക്ക് ആണുങ്ങൾക്ക് 90 സെൻറ്റിമീറ്ററും പെണ്ണുങ്ങൾക്ക് 80 സെൻറ്റിമീറ്ററേ പാടുള്ളൂ. ആണുങ്ങളുടെ ഇതിലും കുറച്ചുകൂടി അരക്കെട്ട് ഒതുങ്ങിയിട്ടാണ് സ്ത്രീകളുടേതുള്ളത്, അല്ലേ? അപ്പം നമുക്ക് ബോഡിക്ക് ഷേപ്പ് തരുന്നത് ആ ഏരിയയാണ്. അപ്പം നമുക്ക് കറക്റ്റ് ആ വേസ്റ്റ് ലൈൻ നമ്മൾ കറക്റ്റാക്കി വെക്കണം. ഇനി ഇതെല്ലാം കറക്റ്റ് ആവാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മുടെ ലൈഫ് സ്റ്റൈലും ഫുഡ് ഹാബിറ്റും നമ്മൾ കറക്റ്റാക്കുക എന്നുള്ളതാണ്. നമ്മളൊക്കെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ വെയിറ്റ് നോക്കുമല്ലേ? അതേസമയം വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളവരെന്താ ചെയ്യേണ്ടത്? ചില രാജ്യങ്ങളിലൊക്കെ നമുക്ക് കാണാം എല്ലാവരും ഒന്നുപോലെ ഇരിക്കും. അവരുടെ ടേബിളിൽ കാണും, പച്ചക്കറി അരിയുന്ന ടേബിളിൽ കാണും ഒരു വെയിറ്റ് നോക്കണം മെഷീൻ. അവരതേ നോക്കി അവർ കലോറി കറക്റ്റാക്കി അവർ കഴിക്കേണ്ട ഫുഡ് എടുക്കും. എന്നിട്ട് മാത്രമാണ് അവർ ഫുഡ് കഴിക്കണേ. അപ്പോൾ അവർക്കൊരിക്കലും തടി വയ്ക്കത്തില്ല. നമ്മൾ നമ്മുടെ ബോഡിയുടെയാണ് വെയിറ്റ് നോക്കുന്നത്, ഭക്ഷണത്തിൻ്റെ വെയിറ്റ് അല്ല നമ്മൾ നോക്കുന്നത്. നമ്മൾ ഫുഡ് കഴിക്കുമ്പം ഇത്രയൊന്ന് ശ്രദ്ധിച്ചാൽ മതി. 6 ഇഞ്ച് നീളമുള്ള നാവിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട് 6 അടി നീളമുള്ള നമ്മുടെ ബോഡി കേടാക്കാതിരിക്കുക.
ഇപ്പം നമ്മൾ മാംസം കഴിക്കുകയാണെങ്കിൽ ഒരു നേരം ഒരു കൂട്ടം മാംസമേ കഴിക്കാവുള്ളൂ. ഇപ്പോൾ ആട്ടിറച്ചിയും കോഴിയിറച്ചിയും പോത്തിറച്ചിയും കൂടി നമ്മുടെ ടേബിളിലുണ്ടോ എങ്കിൽ നമ്മൾ അതിൽ ഏതെങ്കിലും ഒരു കൂട്ടമേ കഴിക്കാവുള്ളൂ. പല സ്വഭാവമുള്ള മൃഗങ്ങളുടെ മാംസം ഒരു നേരം നമ്മൾ കഴിക്കരുതെന്നാണ്. പിന്നെ ഫൈബർ അടങ്ങിയ പച്ചക്കറികൾ നമ്മൾ ധാരാളം കഴിക്കണം. ധാരാളം വെള്ളം കുടിക്കണം. നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ സിപ്പ് ബൈ സിപ്പായിട്ടാണ് വെള്ളം കുടിക്കേണ്ടത്. അതായത് 20 കിലോ വെയിറ്റുള്ള ഒരു വ്യക്തി ഒരു ദിവസം 1 ലിറ്റർ വെള്ളം വെച്ച് കുടിക്കണം. അപ്പം നമുക്ക് 60 കിലോൻ്റെ എത്ര ലിറ്റർ കുടിക്കണം? 3 ലിറ്റർ കുടിക്കണം. ഈ കണക്കിലാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത്. നമുക്കറിയാം നമ്മുടെ ബോഡിയിലെ 80% വാട്ടറാണെന്നല്ലേ. അപ്പം വെള്ളത്തിൻ്റെ ആവശ്യകത നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. നമ്മൾ വെള്ളം കുടിച്ചില്ലെങ്കിലുണ്ടല്ലോ നമുക്കൊരുപാട് പ്രശ്നങ്ങളുണ്ടാവും. വെള്ളം കുടിക്കാത്തവരുടെ കണ്ണിലേക്ക് നോക്കുമ്പോഴറിയാം അവരുടെ കണ്ണിനൊരു ജീവൻ കാണില്ല. അങ്ങനെയുള്ളവർ നമ്മൾ വെള്ളം കുടിക്കാൻ പറഞ്ഞാൽ മതി. അപ്പം അവർക്ക് കണ്ണിനൊക്കെ നല്ല തിളക്കമൊക്കെ കിട്ടാനായിട്ട് വെള്ളം കുടിക്കുന്നത് ഒരുപാട് നല്ലതാണ്. പിന്നെ നമ്മൾ വെള്ളം കുടി കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിഡ്നി സ്റ്റോണ്, അതുപോലെ തന്നെ യൂറിൻ ഇൻഫെക്ഷൻ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ ദഹന പ്രശ്നം എല്ലാം ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം. നമ്മുടെ ബോഡിക്ക് 40% കാർബോഹൈഡ്രേറ്റ്, 30% പ്രോട്ടീന്, 25% ഫൈബർ അടങ്ങിയ പച്ചക്കറികൾ ആവശ്യമാണ്. നമുക്കറിയാമല്ലേ നമ്മുടെ ബോഡിയിൽ മസിലാണ് നമ്മുടെ ബോഡിക്ക് ഘടന തരുന്നത്. അപ്പം നമ്മൾ മസിൽ ഉണ്ടാവാനായിട്ട് എല്ലാവരും കഴിക്കണം നമ്മൾ കണ്ടിട്ടുണ്ട്. ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്നവർ അവർ പ്രോട്ടീൻ കണ്ടൻറ്റുള്ള ഫുഡാണ് കഴിക്കണം. എന്നിട്ട് അവർ വർക്കൗട്ടോട് ചെയ്യുമ്പോൾ ബോഡിക്ക് നല്ല ഘടന വരും. അപ്പോൾ നമുക്ക് ബോഡിക്ക് ഘടന തരുന്നത് നമ്മുടെ മസിലുകളാണ്. നമ്മുടെ ഫുഡ് ഹാബിറ്റും നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മൾ കറക്റ്റാക്കിയാൽ നമുക്കൊരു നല്ല ശതമാനം നമുക്ക് ആരോഗ്യത്തോടെ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് പറ്റും. അതായത് ആരോഗ്യമുള്ള ഒരു വ്യക്തി ഡെയിലി, അതായത് ഒരു ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയുന്നത് 6 to 8 അവർ നമ്മൾ ഉറങ്ങിയിരിക്കണം. നേരത്തെ കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീക്കണതാണ് ഏറ്റവും നല്ലത്. ചിലർ താമസിച്ച് കിടന്നുറങ്ങിയിട്ട് താമസിച്ച് എണീക്കും. അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല. പിന്നെ അടുത്തത് എക്സർസൈസാണ്. പണ്ടൊക്കെയുള്ളവർ അരകല്ലിൽ അരയ്ക്കുന്നു, ഇടിക്കുന്നു, പൊടിക്കുന്നു, നനയ്ക്കുന്നു. അങ്ങനെയൊക്കെ അവർക്ക് എപ്പോഴും എക്സർസൈസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പണ്ടുള്ളവർക്കൊക്കെ ആരോഗ്യം കൂടുതലായിരുന്നു. നമ്മുടെ ബോഡിക്ക് വേണ്ട കറക്റ്റ് അളവിൽ കലോറി അനുസരിച്ചിട്ട് നമ്മൾ ഫുഡ് കൊടുക്കുക, എക്സർസൈസ് ചെയ്യുക, പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ ഫാറ്റ് ഡെപ്പോസിറ്റ് ആവാം. അതുകൊണ്ട് ഫാറ്റുള്ള ഫുഡൊക്കെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതായത് ബോഡിക്ക് വേണ്ട ഫാറ്റ് വേണം, അതായത് ബോഡിക്ക് വേണ്ടത് കൊടുക്കുക, വേണ്ടാത്തതൊന്നും കൊടുക്കാതിരിക്കുക. പിന്നെ ശുദ്ധമായി ശ്വസിക്കുക, നല്ല ഉറക്കം. ഇതൊക്കെയാണ് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ട കാര്യങ്ങൾ. അതായത് 80% കലോറി മാനേജ്മെൻറ്റ്, 20% എക്സർസൈസ്, പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, 100% മൈൻഡ് സെറ്റ്. അപ്പം നമ്മുടെ മൈൻഡ് സെറ്റ് ക്ലിയർ ആക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും നമുക്കിഷ്ടമുള്ള ഹോബിയിൽ ഏർപ്പെടുക. ചിലർക്ക് റൈഡിങ് ആയിരിക്കും, ചിലർക്ക് പുസ്തകം വായനയായിരിക്കും, ചിലർക്ക് പന്ത് കളിക്കുന്നതായിരിക്കും, എന്താണോ, അല്ലെങ്കിൽ എന്തെങ്കിലും കൃഷികളായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പെറ്റ്സിനെയൊക്കെ വളർത്തുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ മൈൻഡ് സെറ്റും കറക്റ്റാക്കുക. അപ്പം നമുക്കൊരു പൂർണ്ണ ആരോഗ്യം കിട്ടാനായിട്ട് നമ്മൾ ആരോഗ്യമുള്ളവരായിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ഇതെല്ലാമാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനിയൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെയും ബൈ ബൈ.